നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? നമ്മൾ ബിസിനസ്സിലൊരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവന്നില്ലാന്നുണ്ടെങ്കിൽ, ഒരു സംവിധാനം, ഒരു സെറ്റപ്പ് കൊണ്ടുവന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് എടുക്കും. പക്ഷേ കരുതിയൊരു റിസൾട്ട്, നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് വന്നോളന്നില്ല. അപ്പോൾ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് മറ്റൊരാൾ വന്നോളന്നില്ല അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാം? ബിസിനസ്സിൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? കസ്റ്റമേഴ്സ് ആണ് കിങ് അല്ലേ? എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് റിറ്റൻഷൻ സംഭവിക്കുക. വീണ്ടും അവർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിക. അത് സത്യമാണല്ലോ. ഇവർ വരുന്നതും അതുപോലെ ഇവരൊരു മറ്റൊരാളോട് പറഞ്ഞൊരു വേർഡ് ഓഫ് മൗത്ത് നടക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ നോക്കും? ഈ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫുകളെയാണ് അവർ കാണുന്നത്, നമ്മയല്ല. പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സ്റ്റാഫുകളെ കണ്ടിട്ടാണ് അവർ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. നമ്മളൊരു സർവീസ് സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു സെയിൽസിലോ ഒക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ, അതായത് നമ്മുടെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾ, കസ്റ്റമേഴ്സിനോട് ഇടപാട് നടത്തുന്ന സ്റ്റാഫുകൾ, അവരെയാണല്ലോ ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് എന്ന് പറയാം. അവർ നല്ല രീതിയിലാണെങ്കിൽ കസ്റ്റമർ ഹാപ്പിയാവും. അവർ നല്ല രീതിയിലല്ലെങ്കിൽ ഈ സ്റ്റാഫുകൾ സന്തോഷത്തിലല്ലെങ്കിൽ, അവർ സമാധാനത്തിലല്ലെങ്കിൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഒരു ഭാഗത്ത് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് മിസ്സാവുന്നുണ്ടാവും. അപ്പോൾ സ്റ്റാർ ജോബൊക്കെ എന്ന് പറയുന്ന നമ്മുടെ ടൂള് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫുകളിലുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുക്കാൻ പറ്റും. മനസ്സിലായോ? കസ്റ്റമേഴ്സ് ഓരോ പർച്ചേസിനും എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻട്രിക്ക് എഗെയിൻസ്റ്റ് അവർക്ക് സ്റ്റാഫുകളുടെ സർവീസിന് 1 മുതൽ 5 വരെയുള്ള സ്റ്റാർ നൽകാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക് എൻഡിൽ മനസ്സിലാവും. ഈ സ്റ്റാർ നൽകുന്നതോടൊപ്പം അവർക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. അവർക്ക് അവരുടെ ഓൺ വോയിസിൽ അവരുടെ സജഷൻസും അവരുടെ അഭിപ്രായങ്ങളും പറയാൻ പറ്റും. ഇത് ബാക്ക് എൻഡിൽ നമുക്കൊരു ഡാഷ്ബോർഡിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റാഫുകളെ വിലയിരുത്താനും സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ മോഡിഫൈ ചെയ്തെടുക്കാനും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന സ്റ്റാഫുകളെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിന് നിങ്ങൾക്ക് ജോബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാർ ജോബുക്കിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ സ്റ്റാർ ജോബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു 14 വർഷമായിട്ട് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങളെപ്പോലെ. എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ്. വളരെ സിമ്പിളാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ലിങ്ക് അയച്ചിട്ടോ നമുക്ക് റിവ്യൂ കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നൽകിയിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്യുക.